നമ്മുടെ വെബ്സൈറ്റിൽ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രൊവൈഡർ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ആഡ് ചെയ്യാം. സോ ഇങ്ങനെ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സുമാണ് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വളരെ വേഗം പോവാം. ഇവിടെ ഹോം പേജിൽ വന്നു. ഈ ഷോപ്പിയുടെ ഹോം പേജിൽ താഴെയായിട്ട് സെറ്റിംഗ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുവാണ്. സെറ്റിംഗ്സിന്റെ അകത്ത് ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി, ഇതിനകത്തുള്ളൊരു ഓപ്ഷനാണ് സ്റ്റോർ ഡിഫാൾട്ടിന്റെ അടിയിലായിട്ട് ജനറൽ പ്രൊഫൈൽ. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറയാം. അതായത് നമുക്ക് 2 ഡെലിവറി സിസ്റ്റമാണുള്ളത്. അതായത് ഇന്ത്യ പോസ്റ്റ് വഴിയും ഡൽഹി വഴിയും. ഞാനിപ്പോൾ വെബ്സൈറ്റ് കാണിക്കാം. നമുക്ക് വെബ്സൈറ്റിൽ ലാസ്റ്റ് വരുന്നത് ഇന്ത്യ പോസ്റ്റും ഉണ്ട്, ഡൽഹി വഴിയും ഉണ്ട്. അതായത് നിങ്ങൾക്ക് 2 ഓപ്ഷനും സെലക്ട് ചെയ്യാവുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ ഒരെണ്ണം സെറ്റ് ചെയ്താൽ മതിയാവും. ഞാൻ ആദ്യം ഇന്ത്യ പോസ്റ്റ് കാണിക്കാം. ഇന്ത്യ പോസ്റ്റ് കുറച്ച് ചീപ്പായിട്ടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ പോസ്റ്റിൽ ഞാൻ 3 ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഇത് 3ഉമാണ്. അതായത് 1000ന്റെ അകത്താണ് നിങ്ങളുടെ ഓർഡർ എങ്കിൽ 90 രൂപയാണ് ഇന്ത്യ പോസ്റ്റിൽ ആവുന്നത്. അതുപോലെ തന്നെ 1001 മുതൽ 2499 വരെ ആണെങ്കിൽ 120ഉം, 2500ന് മുകളിൽ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 3 ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതായത് 999 വരെ ഒരു പർട്ടിക്കുലർ എമൗണ്ടും അതിന് മുകളിൽ ഫ്രീ ഷിപ്പിംഗും ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 0 to 999 വരെ ആ ഒരു 90 കൊടുക്കുക, അല്ലെങ്കിൽ 100 കൊടുക്കുക. 1000 to പിന്നെ അങ്ങോട്ട് മാക്സിമം അതിൻ്റെ അപ്പ് കൊടുക്കുക, അതിൻ്റെ ഫ്രീ ഡെലിവറി കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ആഡ് ഷിപ്പിംഗ് ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോപ്പപ്പ് വരും. ഇതിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത ഒരെണ്ണം കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരെണ്ണം എടുക്കാം. അതായത് 0 to 1000 എടുക്കുമ്പോൾ ഞാൻ അതിനൊരു പേര് കൊടുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇന്ത്യ പോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊവൈഡർ ഏതാണോ ആ ഒരു പ്രൊവൈഡർ നെയിം കൊടുക്കാം. അപ്പോൾ അത് വെബ്സൈറ്റിൽ എങ്ങനെ കാണിക്കും, അതായത് ഇന്ത്യ പോസ്റ്റ് എന്ന് കാണിക്കും, ആ ഒരു പേര് അതിൽ കാണിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ മറ്റൊരു പേര് കൊടുക്കുവാണെങ്കിൽ ആ ഒരു പേരാകും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ എമൗണ്ട് കൊടുത്തു. 0 മുതൽ 1000 വരെ 90 പൈസ. മറ്റേ ട്രാൻസിറ്റ് ടൈം ഒന്നും ഇല്ല, നണ്ണാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് സേവ് ചെയ്തു. അടുത്തത് സെറ്റ് ചെയ്യുവാണ്. അടുത്തതെന്ന് പറയുമ്പോൾ 1001 മുതൽ 2499 വരെ 120 നൺ. ബാക്കിയെല്ലാം സിമിലർ ആണ്. അപ്പോൾ ഞാനിനി നിങ്ങൾക്കാണെങ്കിൽ ഇപ്പം പുതുതാണെങ്കിൽ ആദ്യം ഒരെണ്ണം സേവ് ചെയ്യുക, വീണ്ടും ആഡ് ഷിപ്പിംഗ് എടുക്കുക, ഇതിൽ സെറ്റ് ചെയ്യുക. അതായത് ഓർഡർ എമൗണ്ട് സെറ്റ് ചെയ്യുക, ട്രാൻസിറ്റ് ടൈം നണ്ണ് കൊടുക്കുക. നിങ്ങളിപ്പോൾ എത്രയാണോ 0 ആണെങ്കിൽ 0 കൊടുക്കുക. മാക്സിമം എമൗണ്ട് ഞാനിപ്പോൾ 1000 ആണ്, 1000 കൊടുക്കുക. മിനിമം എമൗണ്ട് 0 ആണ്. പ്രൈസിന് ഒരു 100 ആണ്, 100 കൊടുക്കുക. സോ ഇങ്ങനെ കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു റേറ്റിങ്ങിന് ഓക്കെ ഇതിൽ സജസ്റ്റ് വരുന്ന എക്കണോമി എന്നൊരു ഓപ്ഷൻ കൊടുക്കുവാണ്. സോ ഇത് ഡൺ കൊടുക്കുക. വീണ്ടും ആഡ് ചെയ്യുക. അതായത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ, അത് എല്ലാത്തിനും നിങ്ങൾക്കൊരു എമൗണ്ട് ഉണ്ട്, അത് 100 ആണ് നിങ്ങളുടെ എമൗണ്ട് എങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. അതായത് ജസ്റ്റ് ലൈക്ക് ദിസ് ഫ്രീ ഷിപ്പിംഗ് 2250 പ്ലസ് അപ്പ് എന്ന് കൊടുക്കുന്ന പോലെ ഇതിൽ നോ ലിമിറ്റ് കൊടുക്കാം, ഒരു എമൗണ്ട് കൊടുക്കാം, നൺ കൊടുക്കാം. അതായത് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു 100 ആണ് കൊടുക്കുന്നത്, അത് എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ സെറ്റ് ചെയ്യാം. ഇതാണ് ഫ്രീ ഷിപ്പിങ്ങിന് സെറ്റ് ചെയ്യുന്നത്. നെയിം കൊടുത്തു, എമൗണ്ട് കൊടുത്തു, മാക്സിമം ലിമിറ്റ് ഇല്ല, ഞാൻ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. സോ അതായത് 2500 മുകളിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരേപോലെ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ നമുക്ക് പ്രൊവൈഡർ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഡൽഹി വരെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ കസ്റ്റമേഴ്സിന് 2 ഓപ്റ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ശരിക്കും ഒരു വെബ്സൈറ്റിൽ 1 or 2 ഉള്ളത് ബെറ്റർ ആണ്. കാരണം പല സ്ഥലങ്ങളിലും ചിലപ്പോൾ സർവീസ് പ്രൊവൈഡർ നല്ലാവണമെന്നില്ല ഇന്ത്യ പോസ്റ്റിന്റെ. അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഡൽഹി വരെയോ DHL സെലക്ട് ചെയ്യാം. സോ നമ്മൾ 1-2 ടീമുമായിട്ട് നമുക്ക് ഡെലിവറി ഷിപ്പിംഗ് ഓപ്ഷൻ ഉള്ളത് എപ്പോഴും ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇനി മറ്റൊന്ന് കംപ്ലീറ്റ്ലി ഇന്ത്യ കഴിഞ്ഞു. ഇന്ത്യയിൽ ഞാനിപ്പോൾ ഒരു 3 എണ്ണം സെറ്റ് ചെയ്തു. ഇന്ത്യ പോസ്റ്റ്, ഡൽഹി വരെയും ഒരെണ്ണം സെറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ എപ്പോഴും വളരെ ചെറിയ എമൗണ്ടിന് പ്രോഡക്റ്റുകൾക്ക് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത് അത്ര
നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല. കാരണം ഒരു 100 രൂപ പ്രോഡക്റ്റിന് നമുക്ക് അയക്കാനായിട്ട് ഒരു 40 രൂപ വരും. സോ നമുക്കത് ഒരിക്കലും ലാഭം ഉണ്ടാവുന്നില്ല. സോ നിങ്ങളത് മാക്സിമം ഒരു ലിമിറ്റ് ഇടുക. അതായത് ഒരു 500 വരെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നില്ല. 500ന് പ്ലസ് ആണ് ഫ്രീ ഷിപ്പിംഗ് പ്ലാൻ ചെയ്യുന്നത്. സോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം ഇവിടെ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊന്ന്, ഷിപ്പിംഗ് സോൺ ഇത് ഇന്ത്യയിലാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്കിനി ഇന്ത്യയിലെ മറ്റൊന്ന്, അതായത് യു കെയിൽ എനിക്കൊരു ഷിപ്പിംഗ് ചാർജ് വേണം. സോ സെയിം ആണ്, ഞാൻ യു കെ സെലക്ട് ചെയ്തു. യു കെക്കകത്തും നമുക്ക് ഓരോ ഓർഡർ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം. പർട്ടിക്കുലർ മിനിമം ഇത്ര എമൗണ്ടിന് ഇത്ര രൂപ, ട്രാൻസിറ്റ് ടൈം കൊടുക്കുന്നില്ല. സോ സംതിങ് ആണെങ്കിൽ ഇവിടെ കൊടുക്കാം. നമുക്കൊരു 5 to 8 ബിസിനസ് ഡേയ്സിനാണ് പിടിക്കുന്നതെങ്കിൽ അങ്ങനെയും ഇത് ഓപ്റ്റ് കൊടുക്കാം. സോ പല കൺട്രീസിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം. പല കൺട്രീസിനും പല വില. ഫോർ എക്സാമ്പിൾ യു കെയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു 90 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഷിപ്പ് ചെയ്യാൻ കഴിയില്ല. സോ അതനുസരിച്ചിട്ട് നമുക്ക് 2500 3000 രൂപ ഷിപ്പിംഗ് ചാർജ് ഇടാം. സോ അതുപോലെ തന്നെ ആവണമെന്നില്ല നേപ്പാൾ. സോ പല കൺട്രീസിൽ നിങ്ങൾ എവിടേക്ക് ഇന്റർനാഷണൽ ഷിപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഇടുക. ഇപ്പോൾ ഇന്ത്യ മാത്രമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇതിലുള്ള ഡിഫാൾട്ട് ഉള്ളതിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാവും. മറ്റ് ആഡ് സോൺ ഒന്നും കൊടുക്കണ്ട. ഓൾറെഡി നമുക്ക് ഇന്ത്യ ആയിരിക്കും നമ്മുടെ ഡിഫാൾട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷിപ്പിങ്ങിനെ കുറിച്ച്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.